BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമായ അൽ മുൻഡിർ വിക്ഷേപണം വിജയകരമായതിൽ ബഹ്റൈന് അഭിനന്ദന പ്രവാഹം. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ, മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ രാജ്യത്തിന്റെ നേട്ടത്തിൽ അഭിമാനം പ്രകടിപ്പിക്കുകയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രശംസിക്കുകയും ചെയ്തു. ഷൈഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ മേൽനോട്ടത്തിലായിരുന്നു വിക്ഷേപണം നടത്തിയത്. ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിയ ഉപഗ്രഹം ആദ്യ സിഗ്നലും ഭൂമിയിലേക്ക് അയച്ചു. ട്രാൻസ്പോർട്ടർ 13ന്റെ ഭാഗമായ ഉപഗ്രഹം ശനിയാഴ്ച രാവിലെ പ്രാദേശിക സമയം 9:39 കാലിഫോർണിയയിലെ അമേരിക്കൻ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് വിക്ഷേപിച്ചത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാണ് അൽ മുൻഡിനെ വഹിച്ച് ചരിത്രത്തിലേക്ക് കുതിച്ചുയർന്നത്. രാജ്യത്തെ കാലാവസ്ഥ, പരിസ്ഥിതി, കര, കടൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഡേറ്റകളും വിശകലനം ചെയ്യാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നേരിട്ട് ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവാണ് അൽ മുൻഡിറിന്റെ ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന്. നാനോ ഉപഗ്രഹങ്ങളിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന മേഖലയിലെ ആദ്യത്തെ ഉപഗ്രഹം കൂടിയാണിത്. ആഗോളതലത്തിൽ മികച്ച വിമാനത്താവളത്തിനുള്ള എയർപോർട്ട് സർവീസസ് ക്വാളിറ്റി അവാർഡ് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചു. അസാധാരണമായ യാത്രാനുഭവം നൽകുന്നതിനും ഗൾഫ് മേഖലയിലും ലോകമെമ്പാടുമുള്ള ഒരു മുൻനിര വിമാനത്താവളമെന്ന സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അംഗീകാരമാണ് ഈ അവാർഡ്. ലോകത്തിലെ മുൻനിര വിമാനത്താവള ഉപഭോക്തൃ അനുഭവ അളക്കൽ ബെഞ്ച് മാർക്കിംഗ് സംവിധാനമായ ASQ പ്രോഗ്രാം 2024 നടത്തിയ സർവേകളിലൂടെ ശേഖരിച്ച യാത്രക്കാരുടെ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനം എന്നിവ കണക്കിലെടുത്താണ് ഈ അവാർഡ്. ബഹ്റൈനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ടുബ്ലിയിലുള്ള ലേബർ ക്യാമ്പിൽ ഇഫ്താർ സംഗമം നടത്തി. സംഗമത്തിൽ 200-ലധികം ആളുകൾ പങ്കെടുത്തു. സംഘടനയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായ സാമൂഹിക പ്രവർത്തകരായ ചെമ്പൻ ജലാൽ, മണിക്കുട്ടൻ, സെയ്ദ് ഹനീഫ് എന്നിവരോടൊപ്പം കോർഡിനേറ്റർ അനിൽകുമാർ, അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈനിലുള്ള എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫ്രട്ടേണിറ്റി ഓഫ് എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ഈ വർഷത്തെ ഇഫ്താർ കിറ്റ് വിതരണം ചിത്ര ലേബർ ക്യാമ്പിൽ നടന്നു. പ്രസിഡന്റ് സ്റ്റീവൻസൺ മെഡിസിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഫുഡ് കിറ്റ് വിതരണത്തിൽ ജനറൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഡെന്നി ജെയിംസ്, ജോയിന്റ് സെക്രട്ടറി സുജിത് കുമാർ, മെമ്പർഷിപ്പ് സെക്രട്ടറി ജയേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ക്ലോഡി ജോഷി, സുനിൽ രാജ്, ഐസക് അഗസ്റ്റിൻ, രഞ്ജിത്ത്, ജിജേഷ് എന്നിവർ പങ്കെടുത്തു. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കൻസാര ലിഫ്സ് BFC BK7A സൈഡ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കൻസാര 11 ജേതാക്കളായി. ബഹ്റൈൻ കേരളീയ സമാജം മൈതാനത്ത് നടന്ന ഫൈനലിൽ ജയ് കർണാടകയെയാണ് പരാജയപ്പെടുത്തിയത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത കൻസാര 11 നിശ്ചിത 6 ഓവറിൽ 63 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗ്സിനിറങ്ങിയ ജയ് കർണാടകയ്ക്ക് 5 വിക്കറ്റ് നഷ്ടത്തിൽ 45 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ലൂസേഴ്സ് ഫൈനലിൽ സരിഗയെ തോൽപ്പിച്ച് ഷഫീൻ ഗ്രൂപ്പ് രണ്ടാമത്തെ റണ്ണറപ്പായി. കൻസാര 11ന്റെ സുമൻ മാൻ ഓഫ് ദ മാച്ചായും കരൺ ഷാ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. മത്സരത്തിന്റെ മുഖ്യ പ്രയോജകരായ ബഹ്റൈൻ ഫിനാൻസിംഗ് കമ്പനി, സൂപ്പർ ഫുഡ്സ്, PK ഗൾഫ് ആൻഡ് ബിൻമുഡ് ട്രേഡിംഗിന്റെ പ്രതിനിധികൾ, ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഭരണസമിതി കമ്മിറ്റി അംഗങ്ങളും സന്നിഹിതരായിരുന്നു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കരക്കൽ, സ്പോൺസർമാരായ ബഹ്റൈൻ ഫിനാൻസിംഗ് കമ്പനി സൂപ്പർവൈസർ, PK ഗൾഫ്, ബിൻ മൂൺ ട്രേഡിംഗ് തുടങ്ങിയവരുടെ പ്രതിനിധികൾ വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു. തുച്ഛമായ ശമ്പളത്തിൽ ചെറിയ ജോലികൾ ചെയ്ത് 20 വർഷത്തോളമായി നാട്ടിൽ പോകാനാവാതെ ബഹ്റൈനിൽ കഴിഞ്ഞ 70 വയസ്സുകാരനും തൃശൂർ സ്വദേശിയുമായ വ്യക്തിയെ ടീം നാട്ടിലെത്തിക്കുകയും ജീവിതാന്ത്യം വരെ കഴിയാൻ ജീവിത സാഹചര്യവും അഭയവും ഒരുക്കുകയും ചെയ്തു. ടീം സമാഹരിച്ച അവശ്യ സാധനങ്ങൾ അടങ്ങിയ ഗൾഫ് കിറ്റും എയർ കിറ്റും സഹായ നിധിയായ 1,80,700 രൂപയും അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. നാട്ടിൽ വേണ്ട എല്ലാ സഹായവും നാട്ടിലെ ടീം ഭാരവാഹികളുടെ പരിചരണത്തിലാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ഈ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത ഏവർക്കും നന്ദി അറിയിക്കുന്നുവെന്ന് ടീം ഭാരവാഹികൾ അറിയിച്ചു. ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിനെയും സഹയാത്രികൻ യുജിൻ ബൂഷ് വിൽമോറും ഉടൻ ഭൂമിയിൽ തിരിച്ചെത്തിയേക്കും. ഇരുവരെയും തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായി സ്പേസ് എക്സ് പേടകം ഡ്രാഗൺ ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി.
ഇന്ത്യയിൽ വിവിധയിടങ്ങളിലായി 163 കോടിയുടെ ലഹരി വേട്ട. ഗുവാഹത്തി, ഇംഫാൽ സോണുകളിൽ നിന്ന് 88 കോടിയുടെ ലഹരി മരുന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടികൂടി. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ പോലീസ് അടക്കം ഏജൻസികൾ ലഹരി വേട്ട സജീവമാക്കിയിരിക്കുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗുവാഹത്തി, ഇംഫാൽ സോണുകളിലായി NCB വൻ സംഘത്തെ പിടികൂടി. 88 കോടി രൂപ വില വരുന്ന മെത്താംഫെറ്റമീനാണ് കണ്ടെത്തിയത്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ മ്യാൻമർ വഴി അതിർത്തി വഴി കടത്തിയെന്നാണ് വിവരം. ലഹരിമുക്ത ഭാരതമെന്ന കേന്ദ്ര സർക്കാർ നടപടിക്ക് ശക്തി പകർന്ന നടപടിയെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ NCB സംഘത്തെ അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് ലഹരി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മാസം 24-നാണ് യോഗം. മന്ത്രിമാരും പോലീസ്, എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി തുടങ്ങുന്ന നടപടികളും യോഗത്തിൽ തീരുമാനിക്കും. കോളേജ് ഹോസ്റ്റലടക്കം കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ സംയുക്ത ഓപ്പറേഷന് പോലീസും എക്സൈസും തീരുമാനമെടുത്തു. ലഹരി വ്യാപനത്തിൽ ഗവർണറും DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാന വ്യാപക റെയ്ഡിന് സമഗ്ര പദ്ധതി രൂപീകരിച്ചു. പോലീസ്, എക്സൈസ് വകുപ്പുകൾ സംയുക്തമായാണ് നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. ADGP മനോജ് എബ്രഹാമിനാണ് ഏകോപന ചുമതല. ഇരു വകുപ്പുകളും ചേർന്ന് ലഹരി മാഫിയ സംഘത്തിന്റെ സമഗ്രമായ ഡേറ്റാബേസ് തയ്യാറാക്കും. അന്തർസംസ്ഥാന ബസ്സുകളിലും വാഹനങ്ങളിലും സംയുക്ത പരിശോധന നടത്താനും തീരുമാനമായിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.